ഇത്രയ്ക്ക് രുചിയോടെ തക്കാളി അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ടോ? തക്കാളി ഇരിപ്പുണ്ടെങ്കിൽ വരൂ നമുക്ക് ഒന്നിച്ച് തയ്യാറാക്കിയെടുക്കാം. നല്ല പഴുത്ത ജ്യൂസി ആയിട്ടുള്ള വലുപ്പമുള്ള ഇതുപോലെ ആപ്പിൾ പോലുള്ള തക്കാളി വേണം നമുക്ക് അച്ചാറിന് വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട്. നാടൻ തക്കാളിയൊന്നും ഇതിന് ഉപയോഗിക്കരുത്, അതിന് പുളി കൂടിപ്പോവും കേട്ടോ. ഇതുപോലുള്ള ബാംഗ്ലൂർ തക്കാളി വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്കതിൻ്റെ പുറകുവശത്തിലുള്ള ഈ ഞെട്ടയൊന്ന് കളഞ്ഞ ശേഷം നമുക്കതിനെ മുറിച്ചെടുക്കാം. 2 കിലോ തക്കാളി കൊണ്ടാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുള്ള അളവുകളാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 1 കിലോ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ നേർ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ തക്കാളിക്ക് വളരെ വിലക്കുറവല്ലേ, 1 കിലോന് 15 രൂപയേ ഉള്ളൂ ഇവിടെയൊക്കെ. ഈ സമയത്ത് നമുക്ക് ഇതുപോലെ തക്കാളി അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 2-3 മാസത്തേക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ തക്കാളിയൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു ഫ്രൈയിങ് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ ചെറിയ തീയിലിട്ടിട്ട് ഉലുവയൊക്കെ പൊട്ടി വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഉലുവ ഇതാ ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഉലുവയും 3 ടേബിൾ സ്പൂൺ കടുകും. കടുകിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ഇതാ കടുകൊക്കെ ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടാറിയ ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മുറിച്ചെടുത്ത തക്കാളിയൊക്കെ ഒരു അടി കനമുള്ള ഒരു കടായിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഈ തക്കാളി നിന്ന് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരും. അതുവരെ നമുക്കിതിനെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. തക്കാളിയൊക്കെ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കറുത്ത പുളിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പുളികൾ ചേർത്ത് കൊടുത്തോളൂ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതിയാവും കേട്ടോ. ഇനി നമുക്കതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴയ പുളിയായ കാരണം ഇതിന് പുളിപ്പ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറഞ്ഞ് പുളി ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ പുളിയൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടെ അല്പം കൂടി കൂടുതൽ ചേർക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറുകൾക്കെല്ലാം കല്ലുപ്പ് ചേർക്കുന്നതാണ് നന്നായിരിക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പൊടിയുപ്പ് തന്നെ ചേർത്ത് കൊടുത്തോളൂ. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട ശേഷം ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ തക്കാളിയിൽ നിന്ന് എല്ലാ വെള്ളവും വെളിയിലേക്ക് വരുന്നവരെ ഒന്ന് നമുക്കിതിനെ വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഇതാ തക്കാളിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുത്ത കാരണം തക്കാളിയിലെ വെള്ളമൊക്കെ ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അടുത്ത് തന്നെ നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഇതുപോലെ വേവിക്കാതെയും നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ ഇതാ 10 മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ. അതുവരെ നമുക്കിതുപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ.
തക്കാളിയൊക്കെ ഇതാ കണ്ടോ, പിടുപിടാന്ന് അത് തിളച്ച് വരുന്നുണ്ട്. കയ്യിലൊക്കെ തെറിക്കാതെ സൂക്ഷിക്കുക. 5 മിനിറ്റ് ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം കണ്ടില്ലേ, ഇതുപോലെ പൂർണ്ണമായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ തണുത്ത് വരുന്നവരെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് നമുക്ക് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 150 ml അളവുള്ള ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് റീഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം. 150 ml ഓയിൽ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണനെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ചൂടായിട്ടുള്ള എണ്ണയായ കാരണം കടലപ്പരിപ്പ് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയ ശേഷം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ചൂടാറുന്ന വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടാറട്ടെ. തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചാലും വിരോധമൊന്നുമില്ല. തരിതരിയായിട്ടിരുന്നാലും നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പരുവത്തിൽ ഇതിനെ അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അര ജാറൊക്കെ ഇട്ട ശേഷം നമുക്ക് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഒന്നിച്ചങ്ങനെ ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മേലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അത് കാരണം സൂക്ഷിച്ചിട്ട് അരച്ചെടുക്കാം. ഇനി വേണ്ടത് ഇതാ 2 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ. അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്കിതിനെ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്കിതിന് ഈ ഒരു തക്കാളിൻ്റെ കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഇതാ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 150 ml അളവുള്ള ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഓയിലും ഇതേ കപ്പിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കപ്പിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം പകുതി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് ഇളക്കി നോക്കിയ ശേഷം ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ കടുകും ഉലുവയും വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടിച്ചെടുത്ത പൊടി കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പിന്നെ നമ്മൾ തക്കാളി തന്നെ ചേർത്തിട്ടുണ്ടല്ലോ, പോരെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതിന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനല്പം എരിവ് ഇച്ചിരി കുറവ് തന്നെയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ എടുത്തിട്ടുള്ള 150 ml അളവുള്ള കപ്പിൽ മുളക് പൊടി ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കിലോ തക്കാളി വേവിച്ചൊക്കെ വന്നപ്പോൾ അതാ അതിൻ്റെ പകുതിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ. ഇനിയിപ്പോൾ 1 കിലോ തക്കാളിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പൊടികളുടെ അളവൊക്കെ പകുതിയാക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള എണ്ണയില്ലേ, കടുകും കടലപ്പരിപ്പൊക്കെ വറുത്ത് കോരിയത്, ആ എണ്ണ മുഴുവനായിട്ട് തന്നെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയിട്ട് വേണം കേട്ടോ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടോടെയൊക്കെ എണ്ണ ചേർക്കുകയാണെങ്കിൽ തക്കാളി അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം.
എണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ മിക്സാക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് എരിവും പുളിയൊക്കെ പോരയോ എന്നൊക്കെ തോന്നുന്നതായിരിക്കും. ഇങ്ങനെ ഇളക്കിയ ശേഷം നമുക്കിതിനെ ഒരു അടപ്പ് കൊണ്ട് മൂടിയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ടങ്ങ് പുറത്ത് തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു ദിവസം കൂടി നമുക്കതിന് പുറത്ത് വയ്ക്കാം. അങ്ങനെ 2 ദിവസം നമുക്കിതിനെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ രുചി കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലെല്ലാം ഈ തക്കാളി അച്ചാറായിട്ട് നന്നായിട്ട് മിക്സായിട്ട് കിടപ്പുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണയൊക്കെ മുഴുവനായിട്ട് മേലെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. കണ്ടോ, ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ദാ അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരുന്നതായിരിക്കും. അങ്ങനെ നമ്മളുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറിനെ നല്ല വൃത്തിയായിട്ടുള്ള കണ്ണാടി ജാറിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3-4 മാസം വരെ ഇതൊട്ടും കേടുവരാതെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.